ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമുക്കൊരു പാലട പായസത്തിൻ്റെ റെസിപ്പി ആയാലോ. ഞാനിപ്പോൾ ഒരു പാത്രത്തിലേക്ക് 2/3 കപ്പ് അടയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് നല്ല തിളച്ച വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് കുറച്ച് നേരം ഒന്ന് മൂടി വയ്ക്കാം. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് ഈ അടയൊക്കെ കുറച്ചൊന്ന് വെന്ത് കിട്ടും. ഞാനിപ്പോൾ ഒരു കുക്കർ എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ അടി കട്ടിയുള്ള പാത്രം ഉണ്ടെങ്കിൽ അതായാലും മതി. അതിലേക്ക് ഞാൻ 1/2 കപ്പ് ഷുഗർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് കാരമലൈസ് ചെയ്തെടുക്കണം. നമുക്കിതൊന്ന് പരത്തി വെച്ച് കൊടുക്കാം. അപ്പോൾ അത് നന്നായിട്ട് ഉരുകി വരും. പഞ്ചസാരയൊക്കെ ഉരുകി വരണം നന്നായിട്ട്. ഇപ്പോൾ ഷുഗറൊക്കെ കാരമലൈസ് ചെയ്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് 100 ഗ്രാം ബട്ടർ ചേർത്ത് കൊടുക്കാം. തീ കുറച്ച് വെച്ചിട്ട് ചേർത്താൽ മതി കേട്ടോ. ഇനി ബട്ടറൊന്ന് നന്നായിട്ട് ഉരുകി വരണം. ഇപ്പോൾ ബട്ടറൊക്കെ നന്നായിട്ട് ഉരുകി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് 1.5 ലിറ്റർ പാല് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ പാല് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പാല് ചേർത്ത് കൊടുത്തു കഴിയുമ്പോൾ നമ്മൾ കാരമലൈസ് ചെയ്തേക്കണ ഷുഗർ ഒന്ന് ക്രിസ്റ്റൽ ഫോമിലായിട്ട് വരും. പക്ഷെ നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുത്ത് തീ കൂട്ടിയിട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തു കഴിയുമ്പോൾ അത് വീണ്ടും മെൽട്ടായി വരും. അപ്പോൾ നമുക്ക് ഈ ഒരു കളറിൽ നമുക്കത് കിട്ടും. ഇനി നമ്മൾ ഈ പാല് നമ്മളിപ്പോൾ 1.5 ലിറ്റർ പാലാണ് ചേർത്തേക്കുന്നത്. ഇത് നമ്മൾ ഇനി ഇതിൻ്റെ ഒരു 3/4 ഭാഗമാക്കി വറ്റിച്ചെടുക്കണം. അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അതിന് ശേഷമാണ് നമ്മൾ അട ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ അടയിൽ നമ്മൾ ചൂടുവെള്ളം ഒഴിച്ച് നല്ല തിളച്ച വെള്ളമാണ് കേട്ടോ ഒഴിച്ച് വെച്ചേക്കുന്നത്. അപ്പോൾ അതൊരു അരമണിക്കൂർ ഇരിക്കുമ്പോഴാണ് ശരിക്കും നന്നായിട്ട് വെന്ത് വരാട. അപ്പോൾ അത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ ഈ ഒരു സമയത്ത് ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര കൂടി ചേർക്കുന്നുണ്ട്. മധുരമൊക്കെ നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് കൂടുതലോ കുറവൊക്കെ നോക്കി നിങ്ങൾക്ക് ചേർക്കാം കേട്ടോ. ഞാനിപ്പോൾ ഒരു 1/2 കപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കിയിട്ട് അതിൻ്റെ അളവനുസരിച്ച് നമുക്ക് പിന്നീട് ചേർക്കാം. അപ്പോൾ പാലൊക്കെ ഒരു 3/4 ഭാഗം വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചേക്കണ അട ചേർത്ത് കൊടുക്കാം. നമ്മൾ തിളച്ച വെള്ളം ഒഴിച്ച് വെച്ചേക്കണ അടയുണ്ടല്ലോ, അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. അട ഒന്ന് 2 പ്രാവശ്യം ഒന്ന് നല്ല തണുത്ത വെള്ളത്തിൽ കഴുകി എടുക്കണം കേട്ടോ. അല്ലെങ്കിൽ ഭയങ്കര ഇങ്ങനെ സ്റ്റാർച്ച് പോലെ ഉണ്ടാവും. അപ്പോൾ അതൊന്ന് കഴുകി എടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ അട മുഴുവനായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് കുറച്ച് നേരം ഒന്ന് തിളപ്പിച്ചതിന് ശേഷം നമുക്ക് ഏലക്കപ്പൊടി ഇട്ട് അതുപോലെ തന്നെ നമ്മുടെ കശുവണ്ടി മുന്തിരിയൊക്കെ ഒന്ന് വറുത്തെടുത്ത് നമുക്ക് ഇതിലേക്ക് ഇട്ട് നമുക്ക് ഓഫ് ചെയ്യാം. പായസമൊക്കെ ഒന്ന് കുറുതായി വരുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് വേണ്ട കശുവണ്ടി വറുത്തെടുക്കാം. ഞാനിപ്പോൾ ഇതിൽ കശുവണ്ടി മാത്രമാണ് ചേർക്കുന്നത്. അപ്പോൾ നമുക്കത് അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ ഞാൻ നെയ്യ് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് കശുവണ്ടി ചേർത്ത് കൊടുക്കാം. നമുക്കിതൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ നമ്മുടെ പായസമൊക്കെ നന്നായിട്ട് കുറുതായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന കശുവണ്ടി കൂടി ചേർത്ത് കൊടുക്കാം. നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ഇത് ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്കൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ അതാ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പാലട പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അധികം സമയമൊന്നും എടുക്കില്ല നമുക്കിത് റെഡിയാക്കി എടുക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്ത് പറയണം. അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യണം. അതുപോലെ തന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ടും ചെയ്യണം. താങ്ക്